ഞങ്ങളുടെ ഈ യാത്രയോട് സഹകരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും ഇവിടെ സന്നിഹിതരായ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും പത്രപ്രവർത്തകർക്കും എല്ലാം അഭിനന്ദനം അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യൻ മറ്റെല്ലാ ജീവികളെക്കാളും വളരെയധികം മഹത്വമുള്ള ഉത്കൃഷ്ട ജീവിയാണ്. മനുഷ്യനിൽ നിന്ന് നല്ലത് മാത്രമേ വരാൻ പാടുള്ളൂ. കാരണം മനുഷ്യൻ മാത്രമാണ് ബുദ്ധി, വിവേകം നൽകപ്പെട്ടിട്ടുള്ളത്. മറ്റ് മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ സാധാരണ നാം കാണുന്ന മറ്റ് ജീവികൾക്കോ വിവേകവും ബുദ്ധിയും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എപ്പോഴും വിവേകമുള്ളവരും സത്യസന്ധനുമാകേണ്ടതാണ്. എന്നാൽ ഇന്ന് മനുഷ്യർ ആ ഒരടിസ്ഥാനത്തിൽ നിന്നും വഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. ഇവിടെ വിവിധ ജാതി മതങ്ങൾ ഉണ്ട്. ഓരോ മതങ്ങൾക്കും ഓരോ വിശ്വാസവും സംസ്കാരവും ഉണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യത്വം മുറുകെ പിടിക്കുകയും മനുഷ്യത്വ രഹിതമായ മാർഗത്തിലേക്ക് പോകാതിരിക്കുകയും ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് യഥാർത്ഥത്തിൽ അതെല്ലാം കളഞ്ഞുകുറിച്ച് മനുഷ്യത്വം തന്നെ മരവിച്ചു പോയ ഒരു വിഭാഗം ആളുകളെ നാം കാണുകയാണ്. അവർക്ക് ഭരണം പ്രശ്നമല്ല, ഗുരുനാഥന്മാർ പ്രശ്നമല്ല, മാതാപിതാക്കൾ പ്രശ്നമല്ല, നേതാക്കൾ പ്രശ്നമല്ല, കുടുംബങ്ങൾ പോലും പ്രശ്നമല്ല. അങ്ങനെ ഒരു അരാജകത്വവാദി എന്നോ അരാജകത്വ ജീവി എന്നോ പറയാവുന്ന വിധത്തിൽ അധാർമികതയും അരാജകത്വവും വളർന്നു വരുന്നതാണ്. അതിനെതിരിൽ പ്രവർത്തിക്കേണ്ടുന്ന ആളുകൾ പോലും പലപ്പോഴും അത്തരം ആളുകളുടെ വലയിൽ വഴുതിപ്പോകുന്നു എന്ന് നാം സംശയിക്കുന്നു. എവിടെയും ചൂഷണവും അഴിമതിയും ദുരാരോപണങ്ങളും അക്രമങ്ങളും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ കൊലകൾ, വർഗീയ കൊലപാതകങ്ങൾ, ഇത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പരിഹാരം ഇവിടെ ഒരു വെറും ആഭ്യന്തര വകുപ്പ് കൊണ്ടോ ആഭ്യന്തര പ്രവർത്തനങ്ങൾ കൊണ്ടോ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അനുഭവ യാഥാർത്ഥ്യങ്ങൾ അതാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ആഭ്യന്തര വകുപ്പോ ആഭ്യന്തര നിയമങ്ങളോ വേണ്ട എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതെപ്പോഴും വേണം. പക്ഷേ അതിലെല്ലാത്തിലും ഉപരി ധാർമ്മികമായ ബോധം ജനങ്ങളെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്ത്
പറഞ്ഞ അരാജകത്വത്തിൽ നിന്ന്, അധാർമികതയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. മതപണ്ഡിതന്മാർ എന്ന നിലക്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സമത്വ കേരള ജമിയത്തുൽ ഉലമ ഈ കാര്യം ചിന്തിക്കുകയും അങ്ങനെ ആ പണ്ഡിത സംഘടന മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ മതസംഘടന ഇത് സംബന്ധമായി ചിന്തിക്കുകയും എല്ലാ കീഴ്ഘടകങ്ങളിലും വിളിച്ചു വരുത്തി കാര്യങ്ങൾ ധരിപ്പിക്കുകയും അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ യാത്ര തീരുമാനിക്കുകയാണ്. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ യാത്രയും യാത്രയുടെ സ്വീകരണങ്ങളും എത്താത്ത എല്ലാ കോണുകളിലും ഈ മഹത്തായ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി യാത്രകളും സൗഹൃദ സമ്മേളനങ്ങളും മാനവിക സദസ്സുകളും ധാരാളം സംഘടിപ്പിക്കുകയും മാനവികതയെ ഉണർത്തുന്നു എന്ന ഈ മഹത്തായ സന്ദേശം എല്ലാവർക്കും എത്തിച്ചു കൊടുത്ത് 6 മാസത്തോളമായി കേരളത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നു. അതിൻ്റെ സമാപനം എന്നോണമാണ് നാളെ ഇൻഷാ അല്ലാഹ് 10 മണിക്ക് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ഈ യാത്ര 28-ാം തീയതി തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്നത്. അതിന് ഇതുവരെയായി എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളും മുഴുവൻ ആളുകളും സഹകരണം കാണിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. ഇത് മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം വിഷയമല്ല, അല്ലെങ്കിൽ ഹൈന്ദവർക്കോ ക്രൈസ്തവർക്കോ മാത്രമുള്ള വിഷയമല്ല, മനുഷ്യരായ എല്ലാവർക്കുമുള്ള പൊതുവിഷയമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ വിഷയത്തോട് ബന്ധപ്പെടാത്ത ഒരു വാക്ക് പോലും ഞങ്ങളുടെ പ്രസംഗങ്ങളിലോ ഞങ്ങളുടെ പരിപാടികളിലോ എവിടെയും ഉണ്ടാകുന്നതല്ല എന്ന് പ്രത്യേകമായി നിങ്ങളെ ഉണർത്തി ഈ സംരംഭത്തിന് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നിങ്ങൾ ചെയ്തു തരണമെന്നും എല്ലാ സ്വീകരണ സദസ്സുകളിലും നിങ്ങൾ വന്ന് അവിടുത്തെ യാഥാർത്ഥ്യം മനസ്സിലാക്കി സംഭവങ്ങൾ നേരിൽ കണ്ട് ഒപ്പിയെടുത്ത് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു കൊടുക്കാൻ ഏറ്റവും വലിയ ഒരു സഹകരണം ഉണ്ടാവണമെന്നും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം വാക്കുകൾ നിർത്തുന്നു. ഈ കേരള യാത്രയുടെ തുടർ നടപടികളുണ്ടാവും. യാത്രാർത്ഥിയോട് അരാജകത്വം ഇല്ലാതാക്കാൻ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള പരിപാടികൾ അതുണ്ടാകും. അത് തീർച്ചയായും ഉണ്ടാവും. സംഘടന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ നിർത്തിക്കളയുന്നതല്ല. ഈ നമ്മുടെ പ്രവർത്തനം എല്ലാ കാലവും തുടരും. അതിന് ജനങ്ങളെ ഒന്ന് തട്ടി ഉണർത്തി സജ്ജരാക്കുക, പ്രവർത്തകരെയും സജ്ജരാക്കുക, ഞങ്ങളെ അറിയാത്ത ആളുകൾക്ക് ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെയാണ് ഈ യാത്ര കൊണ്ടുണ്ടാവുക. യാത്ര കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവിധ പദ്ധതികളും പരിപാടികളും നടന്നുകൊണ്ടിരിക്കും. നേരത്തെയും ഉണ്ടായിട്ടുണ്ടല്ലോ. അതുപോലെ കുറച്ച് വിമർശനങ്ങളൊക്കെ വിമർശനമില്ലാത്തൊരു വിഷയം ഇവിടെ ഒന്നും ഉണ്ടാകാറില്ലല്ലോ. പിന്നെ 2 വിഭാഗം ആളുകളാണ് വിമർശിക്കുന്നത്. ഒന്ന് സത്യം ഗ്രഹിക്കാത്തവരും അറിയാത്തവരും, മറ്റൊന്ന് അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗം ആളുകൾ അവരെല്ലാം പിന്മാറി, അവരെല്ലാം യാഥാർത്ഥ്യം മനസ്സിലാക്കി ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഭാഗത്തു നിന്നെല്ലാം എതിർപ്പുകൾ പൂർണ്ണമായും